മലയാള സിനിമയുടെ ആസ്ഥാന കാമുകൻ എന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് വിശേഷിപ്പിക്കാൻ തോന്നിയിട്ടുള്ള ഒരു നടനാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ നസ്ലിൻ. കാരണം നസ്ലിൻ ഇതുവരെ ചെയ്തിട്ടുള്ള മിക്ക വേഷങ്ങളിലും അദ്ദേഹം കാമുകനായിട്ട് വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നസ്ലിൻ്റെ ചില സിനിമകളിലെ ചില എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും നസ്ലിൻ ശരിക്കും ലാലേട്ടന് പഠിക്കുകയാണോ എന്നാണ്. അതായത് നസ്ലിൻ ലാലേട്ടനെ അനുകരിക്കുകയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നസ്ലിൻ്റെ ചില സിനിമകളിലെ ചില ക്യൂട്ടായുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ വളരെ വൈബ്രൻ്റ് ആയുള്ള ചില എക്സ്പ്രഷൻസ് കാണുമ്പം നമുക്ക് പഴയകാല ലാലേട്ടനെ ഒന്ന് ഓർമ്മ വരുന്നുണ്ട്. കാരണം ഇത്രയ്ക്ക് ക്യൂട്ട് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് ലാലേട്ടൻ്റെ പഴയകാല സിനിമകളിലാണ് എന്നുള്ളതാണ്. അതായത് നസ്ലിൻ്റെ ഈയിടെ റിലീസായിട്ട് വമ്പൻ സാമ്പത്തിക വിജയം നേടിയിട്ടുള്ള പ്രേമലു എന്ന സിനിമയിലാണ് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വളരെ പോസിറ്റീവ് വൈബ് നൽകുന്ന വളരെ ക്യൂട്ടായിട്ട് തോന്നുന്ന നിരവധി എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ആ സിനിമയിൽ ദേവരാഗം എന്ന സിനിമയിലെ ഗാനത്തെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാനരംഗം ഉണ്ടായിരുന്നു. ആ ഗാനരംഗത്തിൽ നസ്ലിൻ്റെ എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു മിനിറ്റിനകം തന്നെ എത്രമാത്രം എക്സ്പ്രഷൻസാണ് നസ്ലിൻ ഇടുന്നത്. അതെല്ലാം വളരെ ക്യൂട്ടായിട്ട് വളരെ രസകരമായിട്ട് വളരെ കോമഡി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള ഇത്രയ്ക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന എക്സ്പ്രഷൻസ് നസ്ലിന് നൽകാൻ സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. അത് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നസ്ലിൻ്റേതായുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. അതായത് നസ്ലിൻ്റേതായുള്ള ചില മാനറിസങ്ങളുണ്ട്, ചില പ്രത്യേക രീതിയിലുള്ള സ്ലാങ് ആണ്, ചില പ്രത്യേക രീതിയിലുള്ള ഡയലോഗ് ഡെലിവറിയാണ്, ചില ചിരി, ചില എക്സ്പ്രഷൻസ് എല്ലാം വളരെ ക്യൂട്ട് ആൻഡ് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന രീതിയിലാണ് നസ്ലിനെ പ്രസൻറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നസ്ലിൻ്റെ കാമുക വേഷങ്ങൾക്ക് ഈ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഈ ഒരു ക്യൂട്ട്നെസ്, ഈ ഒരു എന്താ പറയുക കുസൃതിയൊക്കെ ആ നസ്ലിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിലെ കാമുക വേഷങ്ങൾക്ക് ഒരുപാട് സ്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നസ്ലിൻ ഇതുപോലെ ഒരുപാട് സിനിമകളിൽ കാമുക വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നസ്ലിൻ വെറും കാമുക വേഷങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട നടനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നസ്ലിൻ എന്ന നടനെ നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴായിട്ട് നസ്ലിൻ ശരിക്കും ഇങ്ങനെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകരമായിട്ടുള്ള കോമഡിയൊക്കെ പറയുന്ന ഒരു നടനായിട്ട് മാത്രം അഭിനയിക്കേണ്ട ആളല്ല എന്നാണ് തോന്നുന്നത്. കുരുതി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായുള്ള ചില എക്സ്പ്രഷൻസും ചില ഡയലോഗ് ഡെലിവറിയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള വളരെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ലവ് സ്റ്റോറി ആണെങ്കിൽ കൂടിയും അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നസ്ലിൻ്റെ ഈ സിനിമകളെയൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് നസ്ലിൻ എന്ന നടനെ ഉദ്ദേശിച്ചുള്ള നസ്ലിൻ്റെ ഒരു ഫിലിമോഗ്രാഫിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നസ്ലിൻ എന്ന നടൻ തൻ്റെ കരിയർ തുടങ്ങി തൊട്ട് ഇന്നേ വരെ അഭിനയിച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച 5 സിനിമകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫിലിമോഗ്രാഫിയാണ്. അപ്പോൾ ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. അപ്പോൾ ഒട്ടും സമയിക്കാതെ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 5, കുരുതി. കുസൃതിയും തമാശകളും നിറഞ്ഞ കഥാപാത്രമായി നമ്മൾ സ്ഥിരം കാണാറുള്ള നസ്ലിൻ്റെ വേറിട്ടൊരു മുഖം നമുക്ക് കാണാനായത് കുരുതി എന്ന നിയോ നോയർ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിലാണ്. പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമയിൽ മാമുക്കോയുടെ മകനായ റസൂൽ എന്ന മുസ്ലിം കഥാപാത്രത്തെയാണ് നസ്ലിൻ അവതരിപ്പിച്ചത്. പതിവിലും വിപരീതമായതും വ്യത്യസ്തതയുള്ളതുമായ നസ്ലിൻ്റെ ഭാവങ്ങൾ കാണാൻ സാധിച്ച കുരുതി മനു വാര്യരുടെ സംവിധാനത്തിൽ 2021 റിലീസായത്. നമ്പർ 4, നെയ്മർ. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമ തൊട്ട് നല്ലൊരു സൗഹൃദത്തിൻ്റെ കെമിസ്ട്രി വർക്കാവാറുള്ളത് നസ്ലിൻ മാത്യു തോമസ് കൂട്ടുകെട്ടിലാണ്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കെമിസ്ട്രി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത സിനിമയാണ് നെയ്മർ. മാത്യൂസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് കാമുകിയെ സെറ്റാക്കി കൊടുക്കുന്നത് തൊട്ട് നെയ്മർ എന്ന അവരുടെ ഡോഗിനെ കണ്ടെത്താൻ പോണ്ടിച്ചേരി വരെ പോയി അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് വരെ കട്ടക്ക് കൂട്ടുനിൽക്കുന്ന കട്ടച്ചങ്ങായിയായ സിൻഡോ ആയി നസ്ലിൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിരുന്നു. സുധി മാഡിസൺ സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസായത് 2023. നമ്പർ 3, 18+. നസ്ലിൻ ശരിക്കും ഒരു മുഴുനീള നായക വേഷത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമയെന്ന് പറയാവുന്നത് 18+ലാണ്. ഒരു കള്ളക്കാമുകൻ ഇമേജിൽ നിന്നും നായക പരിവേഷമുള്ള റൊമാൻറ്റിക് ഹീറോ ആയി നസ്ലിൻ തകർത്തഭിനയിച്ച ചിത്രമാണ് 18+ ജേർണി ഓഫ് ലവ് എന്ന സിനിമ. അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത് 2023 റിലീസായ ഈ ചിത്രത്തിൽ മീനാക്ഷി ദിനേശ്, മാത്യു തോമസ്, നിഖില വിമൽ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ചു. നമ്പർ 2, ഹോം.
നസ്ലൻ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടനായി മാറിയത് ഹോം എന്ന ചിത്രത്തിലെ ചാൾസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോഴാണ്. ഇന്ദ്രൻസ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ഫാമിലി എൻ്റർടൈനേഴ്സ് സിനിമയിൽ ഇന്ദ്രൻസിൻ്റെ മകനായ രസികൻ കഥാപാത്രത്തെ മികച്ചതാക്കാൻ നസ്ലന് സാധിച്ചു. മഞ്ജു പിള്ളയുമായും ശ്രീനാഥ് പാസിയുമായും നല്ലൊരു കെമിസ്ട്രി ഉണ്ടാക്കാൻ നസ്ലിനായത് ഈ സിനിമയ്ക്ക് ഏറെ ഗുണം ചെയ്തു. 2022 മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. നമ്പർ 1 പ്രേമലു. നസ്ലിനെ മുൻനിര നായകനിരയിലേക്ക് ഉയർത്തിയ സിനിമയാണ് 2024 റിലീസായ പ്രേമലു. നസ്ലിൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും അധികം സാമ്പത്തിക വിജയം നേടിയ പ്രേമലു ഇപ്പോൾ അന്യഭാഷകളിലേക്ക് റീമേക്കിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നസ്ലിൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് കാണാവുന്ന, ഏവരെയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന സച്ചിൻ എന്ന രസികൻ കഥാപാത്രം നസ്ലിൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രമാണെന്ന് തന്നെ പറയാം. മമിത ബിജു നസ്ലിൻ്റെ നായികയായി വരുന്ന ഈ സിനിമയിലൂടെ നസ്ലിന് അന്യഭാഷ ആരാധകരുടെ എണ്ണം കൂട്ടാനായി. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലുവിൽ സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, മാത്യു തോമസ് തുടങ്ങിയവർ മറ്റു മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നസ്ലിൻ എന്ന യുവനടൻ്റെ ഇന്നേ വരെയുള്ള അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച 5 സിനിമകൾ. ഇതിലെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകളായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഇതിൽ മറ്റേതെങ്കിലും സിനിമ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായനെ എന്നൊരു അഭിപ്രായമാണ്. തീർച്ചയായും ആ സിനിമയുടെ പേരും നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്.